ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടായി എന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ ഉടൻ തന്നെ സടകുടഞ്ഞണീക്കുന്ന സിംഹങ്ങളെപ്പോലെ മാതാപിതാക്കൾ പ്രതികരിക്കുന്ന അവസ്ഥ. എന്താണ് നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് സ്കൂളുകൾ ഉള്ള ദിവസങ്ങളിലൊക്കെ, ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി എന്ന് പറയത്തക്ക വിധത്തിലുള്ള ചില സംഭവവികാസങ്ങൾ ഉണ്ടായി. എന്താണത്? നമ്മുടെ മദ്രസകളിലെ അധ്യാപകരെ അടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ അടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മാതാപിതാ ഗുരു ദൈവം, ഇതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കേൾക്കാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? മാതാവും പിതാവും പിന്നീട് ഗുരുനാഥനും ദൈവവും എന്ന് പറയുന്ന ഈ തത്വം ജീവിതത്തിലുടനീളം പല തവണകളായി പല സ്ഥലങ്ങളിലായി കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. മാതാപിതാക്കളോടെന്ന പോലെ തന്നെ ഒരു വ്യക്തിക്ക് അയാൾ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എത്ര തന്നെ അയാൾ വലുതായാലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാതാപിതാക്കളോട് എത്ര തന്നെ അദ്ദേഹത്തിന് കടപ്പാടുണ്ടോ അത്ര തന്നെ കടപ്പാട് തീർച്ചയായും ആദ്യാക്ഷരം പഠിപ്പിച്ചത് മുതൽ തൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തനിക്ക് അറിവ് പകർന്ന ഓരോ അധ്യാപകരോടുമുണ്ട്. ഈ അടുത്ത് മംഗലാപുരത്ത് നമ്മൾ കേട്ട ഒരു സംഭവം, ഒരു മദ്രസ അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അടിക്കുകയും അത് ആ കുട്ടി വീട്ടിൽ ചെന്ന് പരാതിയായി പറയുകയും പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഒരുമിച്ചെത്തി വലിയ അട്ടഹാസങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കുകയും ആ അധ്യാപകനെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സാധുവായ അധ്യാപകനെ വലിയ രൂപത്തിൽ മർദ്ദിക്കുകയുമാണ് ചെയ്തത്. ഇതുപോലെ തന്നെ അകാരണമായി ഒരു മഹല്ലിൽ നിന്ന് ഒരു ഉസ്താദിനെ പുറത്താക്കുകയും പിന്നീട് ഒരു വിടവാങ്ങൽ പ്രസംഗം എന്നോണം ആ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഒരു ഉസ്താദ് വളരെ വികാരഭരിതമായി കണ്ണുനീരിൽ കുളിച്ച് സംസാരിക്കുകയും ചെയ്ത ഒരു വിഷ്വലും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. എന്താണ് നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത്? നമ്മൾ ഒരു മദ്രസയിൽ ഒരു ഉസ്താദിനെ നിയമിക്കുന്നത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ആദ്യാക്ഷരം മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അനിവാര്യമായ മതപരമായ അറിവുകളും സാംസ്കാരികപരമായ അറിവുകളുമൊക്കെ പകർന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഒരു മഹല്ലിൽ ഒരു ഖതീബിനെ നമ്മൾ നിയമിക്കുന്നത് എന്തിനാണ്? ആ മഹല്ലിൻ്റെ ആത്മീയമായ ഉന്നതിക്കും വളർച്ചയ്ക്കും ഈ ഉസ്താദിൻ്റെ സംഭാവനയോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് യഥാർത്ഥ മതവിശ്വാസപ്രകാരം ആ മഹല്ലിൻ്റെ കാര്യങ്ങൾ ഇടപെടുകയും ആ മഹല്ലിൻ്റെ മതപരമായ വിഷയങ്ങൾക്ക് മുൻകൈയെടുക്കുകയും സുഗമമായ നടത്തിപ്പിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നതാണല്ലോ പൂർണ്ണമായും ഒരു ഖതീബിനെ നിയമിക്കുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ചുമതല. എന്നാൽ ഈ രണ്ട് സംഭവങ്ങളിലും ഒന്ന് മഹല്ല് കമ്മിറ്റിയുടെ പിടിപ്പുകേട് കൊണ്ടോ മറ്റോ ഉണ്ടായ സംഭവമാണെങ്കിൽ, മറ്റൊന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പെട്ടെന്നുണ്ടായ
ഒരു ദേഷ്യത്തിൽ നിന്നാണ് ഇത് സംഭവിച്ചത്. മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത് മതപരമായ അറിവും വിജ്ഞാനവും ലഭിക്കുകയും സാംസ്കാരികമായി സ്വാംശീകരിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിന് ചിലപ്പോൾ അടിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രൂപത്തിലുള്ള ചീത്തകൾ പറയുകയോ ഒക്കെ ചെയ്തേക്കാം, അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഒരു ഉസ്താദിൻ്റെ മുന്നിൽ 1-2 കുട്ടികളായിരിക്കില്ല ഉണ്ടാകുക, 10, 20, 30, 50 ഒക്കെ കുട്ടികൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇവർ എല്ലാവരും ഒരേ വീട്ടിൽ നിന്നല്ല വരുന്നത്, തീർച്ചയായും വ്യത്യസ്തമായ വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സ്വഭാവക്കാരാണ്, വ്യത്യസ്ത തരക്കാരാണ്, വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്, വ്യത്യസ്തമായ അവരുടെ ആ കുട്ടിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ കുറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉസ്താദ് എത്ര ശ്രമിച്ചിട്ടും അവർ അച്ചടക്കത്തിലേക്ക് വരാതെയൊക്കെ ആകുമ്പോൾ അച്ചടക്കത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ ഒരു ക്ലാസിൻ്റെ അന്തസത്ത നഷ്ടപ്പെടാതെ അതിനെ മുന്നോട്ട് നയിക്കാനും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വടിപ്രയോഗങ്ങളോ ചിലപ്പോൾ ചെറിയ രൂപത്തിലുള്ള ചീത്തകളോ പറഞ്ഞേക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ ഇതുണ്ടായിരുന്നില്ലേ? നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണല്ലോ. നമ്മൾ പഠിച്ച പല സ്കൂളുകളിലും പല അധ്യാപകരിൽ നിന്നും കൈകൊണ്ട് അടി കിട്ടിയവരുണ്ട്, വടി കൊണ്ട് അടി കിട്ടിയവരുണ്ട്. എന്താണ് അന്നൊന്നും ആർക്കും പരാതിയില്ലാഞ്ഞത്? ഇപ്പോൾ ഈ പുതുയുഗ കാലത്തുള്ള ചില രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളെ മര്യാദക്ക് വളർത്താൻ അവർക്ക് ഏതായാലും സാധിക്കുന്നില്ല. ശരി, അവർക്ക് നല്ല അറിവും വിവരവും വളർച്ചയും ലഭിക്കാൻ ഒരു പാഠശാലയിലേക്ക് പറഞ്ഞയച്ച് അവിടെയുള്ള ശിക്ഷണ രീതികളുടെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു കാര്യത്തെ ഇത്ര വലിയ പർവ്വതീകരിച്ചൊരു വിഷയമാക്കിയെടുക്കുകയും വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആ ഉസ്താദിനെ മർദ്ദിക്കുകയും ചെയ്തതിൻ്റെ വികാരം എന്താണ്? ഇത് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരത്താണ്. പൊതുവെ ആ പ്രദേശത്തിൻ്റെ ഒരു സ്വാഭാവിക സ്ഥിതി എന്താണ്? ആത്മീയമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശം, ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ജനങ്ങൾ, മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അതവർ ഏത് നാട്ടിലാണെങ്കിലും അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നന്മയുടെ കാര്യങ്ങളിൽ വലിയ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക എന്നത്. ആ നാട്ടുകാരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ രക്ഷിതാവിന് ഇത് ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഏക കുട്ടിയായിരിക്കാം. ഈ ഏക കുട്ടി രക്ഷിതാവ് ആ കുട്ടി പെട്ടെന്ന് വന്ന് പറഞ്ഞ സങ്കടത്തിൽ നിന്നുണ്ടായ ആ കോപത്തിൽ നിന്നാണ് ഒരു പക്ഷേ ഇത്തരം അക്രമം അയച്ചു വിട്ടത്. ഏതായാലും ഇതൊന്നും സത്യത്തിൽ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇതൊരിക്കലും തന്നെ ഒരു നല്ല കാര്യം അല്ല എന്ന് തിരിച്ചറിയുക. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് സ്കൂളുകൾ ഉള്ള ദിവസങ്ങളിലൊക്കെ ആകെ 2 മണിക്കൂറാണ് മദ്രസ ഉണ്ടാവുക പൂർണ്ണമായി. എന്നാൽ സ്കൂളുകൾ ഉണ്ടാകുന്ന ദിവസം 1.25 മണിക്കൂർ ആകുമ്പോൾ ഞങ്ങൾ പൊതുവെ ഇറങ്ങും. കാരണം മദ്രസയിൽ നിന്ന് വീട്ടിലെത്തുകയും ഭക്ഷണം കഴിക്കുകയും പിന്നീട് സ്കൂളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യണം. ഒരു ശനിയാഴ്ച അന്ന് സ്കൂളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ പോയി. ഉസ്താദിനോട് പറഞ്ഞു, നേരത്തെ പോയി. ഈ നേരത്തെ പോയ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ ഞങ്ങൾ പോയതിന് ശേഷം ഉസ്താദിനോട് പറഞ്ഞു, അവർക്ക് സ്കൂളൊന്നുമില്ല, മുങ്ങിയതാണവർ. അപ്പോൾ ഇത് ഉസ്താദിനെ വളരെയധികം കോപാകുലനാക്കി, അല്ലെങ്കിൽ രോഷാകുലനാക്കി. അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അന്ന് ഞങ്ങൾ ആ മദ്രസ കട്ട് ചെയ്യുകയും പിന്നീട് ഞങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത്
ഒരു കല്യാണം ഉണ്ടാവുകയും ആ കല്യാണത്തിനാണ് ശരിക്കും ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പിന്നെ പാടത്തും പറമ്പിലും ഒക്കെ ആയിട്ട് അങ്ങനെ. ഏതായാലും ഈ സമയത്ത് അന്നേ ദിവസം ഉസ്താദ് വിഷയം അറിഞ്ഞു. അന്നേ ദിവസം വീട്ടിലേക്ക് വിളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം സാധാരണ പോലെ എല്ലാവരും മദ്രസയിലേക്ക് ചെല്ലുന്നു. ഉസ്താദ് ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം നേരത്തെ പോയ ആളുകളൊക്കെ ഇവിടെ? ഞങ്ങളൊരു 7-8 ആളുകൾ എങ്ങനെ എണീറ്റ് നിൽക്കുന്നു? എല്ലാവരെയും ഉസ്താദിൻ്റെ മേശയുടെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ചോദ്യം, സ്കൂൾ ഇല്ലാതെ എന്തിന് കളവ് പറഞ്ഞു പോയി? പ്രത്യേകം ശ്രദ്ധിക്കണം, കളവ് പറഞ്ഞ് എന്തിന് പോയി? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉസ്താദ് പിടിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പതിയെ തല താഴ്ത്തി ആ ക്ലാസ് റൂമിൽ ഒരു തല മുതൽ ഒരു തല വരെ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. മുമ്പത്തെ ചൂരലൊക്കെ അല്ലെങ്കിൽ പൊതുവെ ചൂരലുകളൊക്കെ മിക്കവാറും 1 മീറ്റർ വലുപ്പമുള്ള ചൂരലുകളാണ് പൊതുവെ ഉണ്ടാവുക. ഈ 1 മീറ്റർ വലുപ്പമുള്ള ചൂരലെടുത്ത് അന്ന് ഉസ്താദ് അടിച്ചിട്ട്, അതായത് ഞങ്ങളുടെ കാലിൻ്റെ തുടക്ക് താഴെ ഞെരിയാണിൻ്റെ ഭാഗത്ത് ഈ 8-10 ആളുകൾക്കും നിരത്തിയടിയാണ്. അങ്ങനെ ശക്തമായി അടിച്ചിട്ട് അവസാനം ഞങ്ങളോട് പറഞ്ഞത്, ഇനി നിങ്ങൾ സദറുസ്താദിനെ പോയി കാണണം. സദറുസ്താദ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, സ്കൂളിന് പ്രിൻസിപ്പൾ ഉണ്ടാകും, HM ഉണ്ടാകും, അതുപോലെ തന്നെ മദ്രസയുടെ HM ആണല്ലോ ഈ സദറുസ്താദ് എന്ന് പറയുന്നത്. അങ്ങനെ സദറുസ്താദിൻ്റെ അടുത്തേക്ക് ഈ കിട്ടിയ അടികളെല്ലാം വാങ്ങിക്കൂട്ടി ഞങ്ങൾ പോവുകയാണ്. അവിടെ 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, സദറുസ്താദിൻ്റെ അടുത്തെത്തിയാൽ അദ്ദേഹം ഒരു പക്ഷേ രക്ഷിതാക്കളെ വിളിക്കാൻ പറയും. പറഞ്ഞാൽ വിളിക്കൽ നിർബന്ധമാണ്, കാരണം അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ ഹെഡാണ്. അതല്ല, അദ്ദേഹം മാപ്പ് തന്നാൽ ഞങ്ങൾക്ക് സുഗമമായി ക്ലാസ്സിലിരിക്കുകയും ചെയ്യാം, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം? കാര്യം പറഞ്ഞു. അടുത്ത ചോദ്യം, ആവശ്യമായതൊക്കെ കിട്ടിയില്ലേ? ഇനി ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം ഇല്ലല്ലോ? ഇല്ല, കിട്ടി. എന്നാൽ ക്ലാസ്സിൽ പോയിക്കോളും. ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നു. പിന്നീട് ഞങ്ങൾ ആരും തന്നെ ഈ രൂപത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇത്തരത്തിൽ കളവ് പറഞ്ഞ് പിന്നീട് അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പിന്നീട് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ഈ രൂപത്തിലുള്ള ശിക്ഷയോ ശിക്ഷണങ്ങളോ ഒക്കെ ആവശ്യമായി വരും. എന്നാൽ അത് ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കുകയോ മറ്റോ അതും അദ്ദേഹം ചെയ്തില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളാണെങ്കിലും ഞങ്ങളുടെ ആ ഒരു മനസ്സിനെ വ്രണപ്പെടുത്താൻ അല്ലെങ്കിൽ മാനസികമായി തകർക്കാനും ഉസ്താദോ അവിടുത്തെ സദർ ഉസ്താദോ ശ്രമിച്ചില്ല. എന്നാൽ തീർച്ചയായും ഞങ്ങൾക്ക് ഒരു ബോധമുണ്ടാക്കാനായിരുന്നു അടി. ഇത് ഞങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്തായിരിക്കും സംഭവിക്കുക? വീട്ടിൽ നിന്ന് 2 അടി ഏറെ കിട്ടുകയായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ആരും ഇത് വീട്ടിലും പറഞ്ഞില്ല. അതെന്തുകൊണ്ടാ? കാരണം അഥവാ ഇത് വീട്ടിലറിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ശിക്ഷയും കഠിനമായിരിക്കും എന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ മക്കൾക്ക്, ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയ രൂപത്തിലുള്ള ചീത്ത പറച്ചിലുകളോ അല്ലെങ്കിൽ അടികളോ ഒന്നും താങ്ങാനോ സഹിക്കാനോ വയ്യാത്ത അവസ്ഥയാണ്. ഒന്നും തന്നെ അവർക്ക് ഏറ്റെടുക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്തൊരവസ്ഥ, ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയാത്തൊരവസ്ഥ. വലിയൊരു പ്രയാസകരമായ സാഹചര്യമാണിത്. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ ഉണ്ടായി എന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ ഉടൻ തന്നെ സടകുടഞ്ഞണീക്കുന്ന സിംഹങ്ങളെപ്പോലെ മാതാപിതാക്കൾ പ്രതികരിക്കുന്ന അവസ്ഥ. എന്താണ് നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഓരോ വീട്ടിൽ നിന്നും വരിസംഖ്യകളും സംഭാവനകളും മാസത്തുകയും എല്ലാം നൽകി ഒരു മതസ്ഥാപനത്തിൽ ഒരു അധ്യാപകനെ നിയമിക്കുന്നത്, നിങ്ങളുടെ മക്കൾ ഒരു പരാതി പറയുമ്പോൾ അത് താഴെയും മേലെയും അന്വേഷിക്കാതെ
ഒരു മതാധ്യാപകനെ പോയി, അല്ലെങ്കിൽ ഏതൊരു അധ്യാപകനെ പോയി ആക്രമിക്കാനാണോ? അതിനാണോ നിങ്ങൾ അവരെ ഭക്ഷണമായിക്കോട്ടെ മറ്റു സൗകര്യങ്ങളായിക്കോട്ടെ ഒക്കെ ചെയ്ത് അവിടെ നിയമിക്കുന്നത്? ഇനി ചില കമ്മിറ്റിക്കാരുണ്ട് ഇതുപോലെ തന്നെ ഒരു കാരണവും ഉണ്ടാകാതെ തങ്ങളുടെ എന്തെങ്കിലുമൊക്കെ താല്പര്യത്തിന് വേണ്ടി ആ മഹല്ലിലെ ഏറ്റവും ഭംഗിയായി കൊണ്ട് നടന്ന പല ഉസ്താദുമാരെയും പിരിച്ചുവിടുന്ന ചില ആളുകൾ. എന്തിനു വേണ്ടിയാണെന്ന് പിരിച്ചുവിടപ്പെടുന്ന ഉസ്താദിനോ പിരിച്ചുവിടുന്ന ആളുകൾക്കോ പോലും അറിയില്ല. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു കത്ത് പോയി കൊണ്ടുപോയി കൊടുക്കുന്നു, ഇനി മുതൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സേവനം ഇവിടെ അവസാനിപ്പിച്ചോളൂ. മറ്റ് ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല. ഇനി ചില ആളുകൾക്ക് കത്തുപോലുമില്ല, നേരെ പോകുന്നു, പറയുന്നു, കഴിഞ്ഞു. ചില ആളുകൾ വർഷങ്ങളോളം ഒരു മഹല്ലിൽ നിന്നിട്ട്, ശ്രദ്ധിക്കണം, വർഷങ്ങളോളം പല മഹല്ലുകളിലും ജോലി ചെയ്ത് അവിടുത്തെ പള്ളിയുടെയും മഹല്ലിൻ്റെയും മദ്രസയുടെയും ഒക്കെ വിഷയങ്ങളിൽ ഇടപെട്ട് തലമുറകളോളം അറിവും വിജ്ഞാനവുമൊക്കെ മക്കളിലേക്കും തലമുറകളിലേക്കുമൊക്കെ പകർന്ന പല ഉസ്താദുമാരെയും വർഷങ്ങൾക്കപ്പുറം അകാരണമായി പിരിച്ചുവിട്ട എത്രയോ കമ്മിറ്റികളുണ്ട്. സത്യത്തിൽ ഈ കമ്മിറ്റികളിൽ ആളുകളെ നിയമിക്കുന്നതിൻ്റെ, സെക്രട്ടറിയോ പ്രസിഡന്റോ മറ്റംഗങ്ങളൊക്കെ ആയി നിയമിക്കുന്നതിൻ്റെ മാനദണ്ഡം സത്യത്തിൽ എന്താണ്? അയാളുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് ഉണ്ട് എന്നതാണോ ഇതിൻ്റെ മാനദണ്ഡം? അല്ലെങ്കിൽ അയാളൊരു പ്രമുഖനും പ്രഗത്ഭനും സമ്പന്നനുമായൊരു ഹാജിയാരാണ് എന്നതാണോ ഇതിൻ്റെയൊക്കെ മാനദണ്ഡം? സത്യത്തിൽ നമ്മുടെ മഹല്ലുകളിൽ വലിയ ആത്മീയ ശോഷണം സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ആത്മീയമായ മൂല്യച്യുതികൾ നമ്മുടെ പല നാടുകളിലും സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ എൻ്റെ നാട്ടിലും പല അനുഭവങ്ങളും അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. നിലവിൽ നമ്മൾ കേട്ടതും അനുഭവിച്ചതുമായ ഈ അനുഭവങ്ങൾ, ഈ അടുത്ത ദിവസമാണല്ലോ വളരെ സാമ്പത്തിക പ്രയാസം കാരണം ഒരു മഹല്ലിലെ അല്ലെങ്കിൽ ഒരു മദ്രസയിലെ ഉസ്താദ് ആത്മഹത്യ ചെയ്തത്. എത്ര വേദനാജനകമായ സാഹചര്യമാണത്. ഒരു ഭാഗത്ത് നല്ല താമസവും ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ചെയ്തു നൽകുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അകാരണമായി ചില ആളുകളെ ആക്രമിക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യും. ചിലർക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നോ കാര്യങ്ങൾ എന്താണോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, സഹായിക്കുക പോലും ചെയ്യാതെ ഇത്തരത്തിലുള്ള ആത്മഹത്യ അല്ലെങ്കിൽ അതിന് തുല്യമായ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടുന്നു. ഞാനൊരിക്കലും ആത്മഹത്യ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനൊക്കെ ഉത്തരവാദികൾ സാധാരണക്കാരായ ആ മഹല്ലുകളിലൊക്കെ, അല്ലെങ്കിൽ സാധാരണ ഒരു മഹല്ലുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും വളരെയധികം വിഷമമുണ്ട്. നമ്മുടെ നാടുകളിൽ ആത്മീയമായ ഉന്നതിയും വളർച്ചയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ, നമ്മുടെ നാടുകളിൽ സേവനമനുഷ്ഠിക്കാൻ വരുന്ന അധ്യാപകർ എത്രയോ വർഷങ്ങളുടെ അധ്വാനമാണ് അവരുടേത്. 10, 12, 14 വർഷം ഈ കിതാബുകൾക്കിടയിലും അതുപോലെ തന്നെ അവരുടെ വലിയ മതാധ്യാപകർക്കിടയിലുമൊക്കെ ഇരുന്ന് പഠിച്ച് ഇങ്ങനെ വരുന്ന ആളുകളെ ഏത് രൂപത്തിലാണ് നമ്മളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്? സമൂഹത്തിലേക്ക് ആത്മീയ അറിവുകൾ, വിജ്ഞാനങ്ങൾ നൽകാൻ വേണ്ടി ഓരോ വർഷവും എത്രയോ അധ്യാപകരെയാണ് സമർപ്പിക്കപ്പെടുന്നത്, പ്രത്യേകിച്ച് മതാധ്യാപകരെ. ഇവർ ഇത്രയും വർഷം ചിലവഴിച്ച്, അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ച് പഠിച്ച് നമ്മുടെ നാടുകളിലേക്ക് സേവനമനുഷ്ഠിക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാടുകൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? തീർച്ചയായും അവർക്ക് മാന്യമായ ശമ്പളവും മാന്യമായ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പരിപാടികൾ നടക്കുന്നു, ഫുട്ബോൾ മാച്ചുകൾ നടക്കുന്നു, പലവിധ ആഘോഷങ്ങൾ നടക്കുന്നു, അതിനൊക്കെ നമ്മൾ പിരിവെടുക്കുന്നില്ലേ? പള്ളികൾ പുതുക്കി പണിയുന്നു, പള്ളികൾ ആഡംബരപൂർണമാക്കുന്നു,
മദ്രസകൾ, വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് പണം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ആത്മീയമായ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ ഉപകാരപ്പെടുന്ന അറിവുകൾ നൽകുന്ന മതാധ്യാപകർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്യാൻ നമുക്കാകുന്നില്ല, നല്ല ശമ്പളം കൊടുക്കാൻ നമുക്കാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ മഹല്ലുകളും, ഓരോ മഹല്ലിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. ചില മഹല്ലുകൾ കാലാടിസ്ഥാനത്തിലുള്ള ശമ്പള വർധനവടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, നല്ല കാര്യമാണ്. എന്നാൽ ചിലയിടത്ത് അത്തരം ഒരു സംവിധാനമേ ഇല്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരാൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് ഓർക്കാൻ പോലും താല്പര്യമില്ലാത്ത രൂപത്തിലൊക്കെയാണ് ചില നാടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത്തരം ഇപ്പോൾ നമ്മളിങ്ങനെ ഈ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് ഈ അധ്യാപകരൊക്കെ ആക്രമിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ മക്കളെ പിന്നീട് ഒരു പക്ഷേ ആ മദ്രസയിലേക്ക് പിന്നെ വിടില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ മത പഠനം തന്നെ അവിടെ നിർത്തിയേക്കാം. ഈ മക്കൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു മതാധ്യാപകനെ ആക്രമിച്ച് നിങ്ങളുടെ തണ്ടും തടിപ്പുമൊക്കെ കാട്ടി ആ മദ്രസയിൽ നിന്ന്, അല്ലെങ്കിൽ ആ മതപഠന മേഖലയിൽ നിന്ന് പൂർണ്ണമായി നിങ്ങളൊരു കുട്ടിയെ അന്ന് നിർത്തിയാൽ പിന്നീട് ആ കുട്ടിയുടെ വളർച്ച, പ്രത്യേകമായി ആത്മീയ വളർച്ച അവിടെ അവസാനിക്കുകയാണ്. ശരി, പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ കുട്ടി നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്, പ്രിയമുള്ള രക്ഷിതാക്കളെ. ഇത് പറയുന്നതിൽ സങ്കടമുണ്ട്, ഖേദമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശിക്ഷയും ശിക്ഷണവും കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടി വളരുന്നില്ലെങ്കിൽ, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന തത്വം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ജീവിതത്തിൽ ആ വളച്ചിലും ആ ഒടിച്ചിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയ രംഗത്ത് പ്രത്യേകിച്ചും സാധിക്കും. മൂല്യങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും സാധിക്കും. മാതാപിതാക്കളോട് ഭാവിയിലുള്ള പെരുമാറ്റത്തിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ ചെയ്തതിനും ഈ പ്രവർത്തിച്ചതിനുമൊക്കെയുള്ള തക്കതായ മറുപടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളും തിരിച്ചറിയുക. ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അധ്യാപകരെ, അത് ഏത് മേഖലയിലുള്ള അധ്യാപകരുമായിക്കോട്ടെ, മതമോ ഭൗതികമോ എന്നതല്ല, കുട്ടികൾക്ക് അറിവ് പകരുന്ന അധ്യാപകർ ആര് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങളുടെ കയ്യിലൊരു അബദ്ധം അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിൽ ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു ദിവസമുണ്ടല്ലോ. തീർച്ചയായും ഇത് നിങ്ങളുടെ കൺമുന്നിൽ കാണാതെ നിങ്ങളൊന്നും ഇവിടെ നിന്ന് മൺമറഞ്ഞു പോകില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇത്രയും പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് നൽകുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ ഓൾ.